എന്താണ് കൊച്ചി ടെസ്റ്റേഴ്സ് കേരള മാനേജ്മെന്റും BCCIയും തമ്മിലുള്ള പ്രശ്നം? കൊച്ചി ടെസ്റ്റേഴ്സ് കേരള മാനേജ്മെന്റിന് ആശ്വാസകരമായ കോടതി വിധി വന്നതോടുകൂടിയാണ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഇങ്ങനെയൊരു ചർച്ച ഉടലെടുത്തത്. BCCI കൊച്ചി ടെസ്റ്റേഴ്സ് പ്രശ്നത്തിൽ കൊച്ചി ടെസ്റ്റേഴ്സിന് 530 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി വിധി. ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ വിധി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധി. 2011 ആദ്യമായി IPL അരങ്ങേറിയ കൊച്ചി ടെസ്റ്റേഴ്സ് ടീമിന് പിന്നീടുള്ള സീസണുകളിൽ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. IPL കരാർ ലംഘനം നടത്തിയെന്നാരോപിച്ച് കൊച്ചി ടീമിനെ IPL നിന്നും BCCI പുറത്താക്കുകയായിരുന്നു. IPL പ്രവേശനത്തിന് ടെസ്റ്റേഴ്സ് നൽകിയ 186 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി തുക BCCI ഏകപക്ഷീയമായി ഈടാക്കിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. 6 മാസത്തിനുള്ളിൽ പുതിയ ഗ്യാരണ്ടി തുക നൽകാൻ BCCI ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കൊച്ചി ടീം മാനേജ്മെന്റ് അതിന് തയ്യാറായില്ല. കരാർ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇതിന്റെ പേരിൽ കൊച്ചി ടീമിനെ BCCI പ്രസിഡന്റ് ശശാങ്ക് മനോഹർ 2011 പുറത്താക്കി. ബോർഡിലെ കുറച്ചംഗങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല, തീരുമാനം തിരുത്തണം എന്നാവശ്യപ്പെട്ടെങ്കിലും ശശാങ്ക് ചെവിക്കൊണ്ടില്ല. കൊച്ചി മാനേജ്മെന്റ് ആർബിട്രൽ ട്രൈബ്യൂണലിൽ പരാതിപ്പെടുകയും മാനേജ്മെന്റും BCCIയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ട്രൈബ്യൂണൽ നേതൃത്വം നൽകുകയും ചെയ്തു. ഒടുവിൽ ട്രൈബ്യൂണൽ BCCIയുടെ ഭാഗത്ത് തെറ്റ് കണ്ടെത്തുകയും കൊച്ചി മാനേജ്മെന്റിന് 530 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് 2015 ഉത്തരവിടുകയും ചെയ്തു. വിധിക്കെതിരെ ബോംബെ ഹൈക്കോടതിയിൽ പോയ BCCIക്ക് വൻ തിരിച്ചടിയാണ് ഇന്നത്തെ വിധി. നഷ്ടപരിഹാരമല്ല വേണ്ടത്, മറിച്ച് IPL കളിക്കാനുള്ള അവസരമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ഇപ്പോഴും എപ്പോഴും കൊച്ചി ടെസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത്. കൊച്ചി ടീം വീണ്ടും IPL കളിക്കുന്നത് കാണാൻ ഏതൊരു മലയാളിയും പോലെ നമുക്കും പ്രാർത്ഥിക്കാം.